ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒരു ടോപ്പ് കട്ട് ചെയ്തപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ മേശയിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു ഷീറ്റ് ഇതേപോലെ നല്ല രീതിയിലൊന്ന് കട്ടായി പോയിട്ടുണ്ട്. അപ്പൊ വേണമെങ്കിൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിലും ബെറ്റർ ആയ ഒരു മാർഗമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സ്റ്റിച്ച് ചെയ്യൊന്നും വേണ്ട. ഇതുണ്ടല്ലോ, ഇതിന്റെ പേര് ഫ്യൂസിംഗ് ടേപ്പ് എന്നാണ് കേട്ടോ. നമുക്ക് തയ്യലിന്റെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന കടയിൽ ഇത് കിട്ടുവേ. വളരെ സോഫ്റ്റ് ആണ്. അത് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മുറിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അത് നമുക്ക് മുറിഞ്ഞ തുണിയുടെ മുറിഞ്ഞ ഭാഗങ്ങളിലെല്ലാം നല്ല രീതിയിൽ ഞാൻ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് അളവില് ഞാൻ ഇതേപോലെ ഈ ഫ്യൂസിംഗ് ടേപ്പ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പല പല ഉപയോഗങ്ങൾക്കും കൊള്ളാം കേട്ടോ. ഞാനിപ്പോ ഇത് ഒട്ടിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഇതിന്റെ കുറെ ഉപയോഗങ്ങളുണ്ട് ഈ ഫ്യൂസിംഗ് ടേപ്പ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക്. അപ്പൊ അതിന്റെ എല്ലാമായിട്ടൊരു വീഡിയോ ഇടാം കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു മുറിഞ്ഞ ഭാഗത്ത് ഈ ഫ്യൂസിംഗ് ടേപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ കുറെ ഭാഗങ്ങളൊക്കെ കട്ടായി പോയി. എന്തോ കത്രിയുടെ അറ്റം കൊണ്ടാന്ന് തോന്നുന്നു അത് കീറി കൊണ്ടിട്ട് ഞാൻ കട്ട് ചെയ്ത് അതേ ഷേപ്പില് ചുരിദാറിന്റെ ഷേപ്പിന്റെ ഭാഗമാണ് കട്ട് ചെയ്തപ്പോൾ കയറി പിടിച്ചത്. ആ ഭാഗം അതേപോലെ കട്ടായി പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ഭാഗങ്ങളെല്ലാം വെച്ച് ഫ്യൂസിംഗ് ടേപ്പ് വെച്ചിട്ട് സെയിം തുണി അതിന്റെ സൈഡിൽ നിന്ന് കുറച്ച് മുറിച്ചെടുത്തു. അതിനുശേഷം ഫ്യൂസിംഗ് ടേപ്പ് വെച്ചതിന്റെ മീതെ നല്ല രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ടേപ്പ് വെച്ചതിന്റെ പുറമെയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഒരുപാട് വീതിയൊന്നും വേണ്ട. ഫ്യൂസിംഗ് ടേപ്പിന്റെ ആ സെയിം രീതിയിൽ വെച്ചാൽ മതിയാകും. ഞാൻ തുണിയുടെ വീതിയിൽ 2 ലെയറായിട്ടാണ് ഫ്യൂസിംഗ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതേപോലെ കറക്റ്റ് അളവിലൊന്ന് വെച്ചിട്ട് നമ്മൾ അയൺ ബോക്സ് അത്യാവശ്യം നന്നായിട്ട് ചൂടാക്കിയിട്ട് ആ തുണിയുടെ മീതെ കൂടെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് അയൺ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ആ ടേപ്പ് അതേപോലെ അതിൻ്റെ ഉള്ളില് ഫ്യൂസായിട്ട് ഉരുകി പിടിച്ചിട്ട് തുണി അറിയുന്ന പോലുമില്ല. അതേപോലെ കറക്റ്റായിട്ടൊന്ന് സെറ്റായി പിടിച്ചിട്ടുണ്ട് കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണിത്. അപ്പൊ നമ്മളുടെ ഏത് ഡ്രസ്സിന്റെ ആണെങ്കിലും ഇതേപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സെയിം കളർ തുണിയോ അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ഭാഗത്തൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും തുണിയൊക്കെ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാവേ. അപ്പൊ ഇത് ഞാൻ നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. ഒട്ടും പൊളിഞ്ഞു പോരില്ല കേട്ടോ. നമ്മള് ഒന്ന് ഇതിലും വെച്ച് അങ്ങനെ അയൺ ചെയ്തിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ലാത്ത രീതിയിൽ ഇതിങ്ങനെ ആ തുണിയായിട്ട് സെറ്റായിട്ടിരിക്കുവേ. അപ്പൊ ഞാൻ ഇതേപോലെ എല്ലാ ഭാഗങ്ങളും ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളും കൂടെ അയൺ ചെയ്യാനുണ്ട്. അത് ഞാൻ ഇങ്ങനെ ഫ്യൂസിംഗ് ടേപ്പ് വെച്ചിട്ട് ആ ഭാഗവും കൂടി ഒന്ന് കുറച്ച് തുണി വെച്ച് ഒന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് എനിക്ക് ഇത് കട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഈ ഒരു മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നമുക്ക് നല്ല സുഖമുണ്ട് ഇതിന്റെ പുറത്തിട്ട് തുണി കട്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഒട്ടിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ തുണി പിടിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. പക്ഷെ ഇതെനിക്ക് വളരെ ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പൊ ഞാൻ ഇത് അറിയാവുന്നവരും കാണും, അറിയത്തില്ലാത്ത ആൾക്കാരും ഉണ്ടല്ലോ. അപ്പൊ അറിയത്തില്ലാത്ത ആൾക്കാർക്ക് ഇതൊരു യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് കൂടെ ഞാനിതൊന്ന് ഷെയർ ചെയ്തിരുന്നത് കേട്ടോ. അപ്പൊ ഇതേപോലെ ഞാനൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. ബെൽ ബട്ടനെ ക്ലിക്ക് ചെയ്തിടുവാണെങ്കിൽ ഇതേപോലുള്ള നല്ല വീഡിയോസ് വരുമ്പോഴേ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം കേട്ടോ. അതുകൊണ്ട് മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതേപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ആയിട്ടൊന്ന് ഇടുകയും ചെയ്യണം കേട്ടോ. അപ്പൊ ഇതുണ്ടോ, ഇതേപോലെ ഞാൻ കൃത്യമായിട്ട് ഇതുണ്ടോ, ഒട്ടും പറഞ്ഞു പോരില്ല, അത്ര കൃത്യമായിട്ടാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് എനിക്കൊരു അഭംഗി പോലെ തോന്നുന്നുണ്ട് ഞാൻ തുണിയൊന്ന് തിരിച്ചിടുന്നുണ്ട് കേട്ടോ. മറിച്ചിട്ട് കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ട് തന്നെ ആ ഒരു ഭാഗത്തേക്ക് മറിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഇതുണ്ട്, ഞാനത് തുണിയൊന്ന് മറച്ചിട്ടിട്ടുണ്ട്. ഒട്ടും അറിയുന്നില്ല, അതേപോലെ അത് സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതേപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.